ഗായ്സ്, വെൽക്കം ടു ചാനൽ ചൂസ് കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അയില മീൻ കിട്ടിയപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയത് സ്പെഷ്യൽ മീൻ കറിയാണ്. ഒരു മാങ്ങ വെച്ചിട്ട് മാങ്ങ അടിച്ചിട്ട് നമ്മൾ എന്താ പറയുക മീനിൽ തേച്ചിട്ട് അത് വറുത്തിട്ട് കറി വെക്കുന്നു. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പച്ചമാങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജാറിലേക്ക് ഇടാം. ഇനി നമുക്കത് മിക്സിയിലിടാൻ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് കരിവേപ്പില ഇടാം കേട്ടോ. കരിവേപ്പില എൻ്റെ വീട്ടിലത്തെ കരിവേപ്പിലയാണ്. ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 5-6 വെളുത്തുള്ളി ഇടാം കേട്ടോ. ഗൈസ്, നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പേസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ മസാല അടിച്ച് തന്നിട്ടുണ്ട്. ഈ മസാല നമ്മുടെ എന്താ പറയുക, നമ്മുടെ കട്ട തൈരില്ലേ, മോരുവെള്ളമൊക്കെ ഉണ്ടാക്കാം. മോരുവെള്ളത്തിൽ ഇത് ചേർക്കണമെങ്കിൽ നല്ല രസമാവും കേട്ടോ. ഞാൻ എന്താ പറയുക, ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് മുമ്പ് കാണാണ്ട് മോരുവെള്ളത്തേക്ക് ഉണ്ടാക്കാൻ. നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ മീനിൽ മസാല ഞാനില്ല. നമുക്ക് മീനിൽ മസാല തേക്കാം കേട്ടോ. നമ്മുടെ മീനിൽ മസാല ഒക്കെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലോ. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഒരു പിടി ഇഞ്ചി ഇട്ട് കൊടുത്താലോ. നമുക്ക് ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വരണം. നമ്മൾ നേരത്തെ അടിച്ച് വെച്ചില്ലേ മാങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയിട്ടുള്ളത്, ആ മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത്തിരി വേപ്പിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ മസാലയുടെ ഒരു പച്ച മണം പോവാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നാളികേരവും മുളക് പൊടിയും കുരുമുളകും ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ കേട്ടോ. ഇത് നമുക്ക് അതിലേക്ക് ഇടാം. നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടോ ആ മസാല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. നമ്മത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കാണിക്കാൻ മറന്നു പോയിട്ടോ. നമ്മുടെ മസാല സെറ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിക്ക് അടിക്കാട്ടോ. ഇതിൻ്റെ മണം എന്തിനാണ് കണ്ണിക്ക് എന്നത് ഇത് തന്നെ കോരി തിന്നാട്ടോ. ഞാൻ തന്നെ പോണേ. ഞാൻ മീൻ വറുത്തതും നമ്മൾ ഈ മസാല ഇട്ടിട്ട് കഴിക്കുന്നതൊക്കെ എന്താ ടേസ്റ്റ്. നമ്മൾ നേരത്തെ നാളികേരം അടിച്ചില്ലേ, അതിൻ്റെ മിക്സിൽ അതിൻ്റെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മീൻ മറച്ചിട്ടുണ്ട്. ഇനി അടുത്ത മീൻ ഇടുന്നത് കാണിക്കുന്നില്ല. അത് നമ്മൾ വറുത്ത വെച്ച മീനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ്, നമ്മൾ മീനൊക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇടാം. പക്ഷേ ഇത് നല്ല സ്മെല്ലാണ്. ഇത് എത്ര എന്താ പറയുക, നാളൊക്കെയാണ് ടേസ്റ്റ് ഉള്ളത്. പിന്നെ ചട്ടിയിലിട്ട് കഴിക്കുന്നവർക്കൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ട് ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.